എന്താ പറയുക, ഇന്ന് ഭയങ്കര അതിർപ്പത്തിൻ്റെ ഒരു കഥ. എൻ്റെ മോൾക്ക് അംഗനവാടിക്ക് പോകാൻ ഭയങ്കര മടി എന്നല്ലേ ഭയങ്കര മടി, കരച്ചിലും വിളിയും അറുപോലെയാക്കുന്നത്. അങ്ങനെ വലിയ മോൾക്ക് ലീവ് കിട്ടിയില്ലേ. വലിയ മോൾക്ക് ലീവ് കിട്ടി ഞാൻ വിചാരിച്ചു അതിന് നേരെ പോവാം, രണ്ടാളൊക്കെ പോകാമെന്ന്. 2 ദിവസം നേരെ പോയി മോളെ, വലിയ മോളൊക്കെ. 3-ാമത്തെ ദിവസം ഉണ്ട് മോള് പറയുന്നത് ഇന്ന് ഞാൻ എൻസാനെ കൊണ്ടുപോകണം, ഉമ്മക്ക് ഡ്രസ്സ് സ്റ്റിച്ചാക്കി തരണമെന്ന്. പിന്നെ എന്താക്കല്, എങ്ങനെ പിള്ളമാർ നേക്കല്, 3 ആളൊക്കെ കൂടിയെങ്കിൽ ആ റഹ്മാനെപ്പോൾ എന്നെ മറിച്ചിട്ട് തിരിച്ചിട്ട് പൊളിച്ച് ചൂട് കഴിഞ്ഞെങ്കിൽ. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച് എന്നെ പോലെ എന്നെ വലുതായിക്കൊണ്ട് വരുന്നൊരു മോള്. കാരണം എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം ഡ്രസ്സ് എന്നില്ലെങ്കിൽ എൻ്റെ ജീവൻ. ഒരാൾക്കൊരു ക്രേസ് ഉണ്ടാകുന്നില്ലേ, അങ്ങനത്തെ ഒരു ക്രേസാണ് എനിക്ക് ഡ്രസ്സിനോട്. ഒരുക്കിയിട്ട് ഡ്രസ്സ് ആദ്യമായിട്ട് നമുക്കൊരു മനസ്സിനൊരു പോകാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. എന്നെ പോലെ നല്ല പറയല നീ എന്താക്കുന്നത്, എൻ്റെ കപ്പാട്ടൊരുക്ക് വന്നിട്ട് നോക്കാനുണ്ട് എന്താക്കുന്നേ. നമ്മൾ കപ്പാട്ടിൽ കുറേ ഡ്രസ്സില്ല, നമുക്ക് നാളെ ഒരു ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര വിരസം. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇപ്പം ഞങ്ങൾക്ക് വിചാരിച്ച പോലെ ഓരോന്നോരോന്ന് ഭയങ്കരത്തിലെല്ലാങ്കും ഞങ്ങൾക്ക് തന്നെ സ്റ്റിച്ചിങ് പീസ് കൊടുക്കാതെ കുറച്ചെല്ലാം സ്റ്റിച്ചാക്കാനുള്ള കഴിയുന്നതുകൊണ്ട് ഭയങ്കര സമാധാനം. ഇല്ലെങ്കിൽ എൻ്റെ ഈ മാപ്പിള തന്നുള്ള എത്ര പൈസ ഈ സ്റ്റിച്ചിങ് ടൈലർമാർക്ക് കൊടുത്തിട്ട് ഒരു പരുവത്തിലായിട്ട് കോഴ്സ് പഠിക്കാൻ കൂടി കുറേ ബിസിനസ് നടത്താൻ നോക്കി. എല്ലാത്തിലും ഞാൻ പകുതിയിൽ നിന്ന് വന്നതല്ലാത്ത അൽഹംദുലില്ലാഹ് സ്റ്റിച്ചിങ് മാത്രം ഒരു ഏകദേശം പഠിച്ചെടുത്ത്. ഞാൻ സ്റ്റിച്ചിങ്ങിന് കൂടുമ്പോൾ എൻ്റെ മാപ്പിള പറയുന്നുണ്ടായി എന്തിന് 2 ദിവസം പോയിട്ട് പിന്നെ മതിയാക്കിയിട്ട് വരാനല്ലേ. അങ്ങനെ എല്ലാവരും കളിയാക്കലും ആട്ടലും തുപ്പലും വെച്ചിട്ട് ഞാൻ ഒരു 4-5-6 മാസം പോയി. ഇപ്പോൾ ഒരെല്ലാം എന്നെ പഠിക്കാൻ പോയാൽ ഇൻഷാ അല്ലാഹ് തന്നെ ഒരു കോഴ്സെല്ലാം കംപ്ലീറ്റ് ആക്കണമെന്ന് ഭയങ്കര ആശയുണ്ട്. അപ്പോൾ അത് എത്രത്തോളം കംപ്ലീറ്റ് ആക്കുമെന്ന് അറിയില്ല. അന്നങ്ങ് പോയിട്ട് കൂടാൻ ഭയങ്കര പിരിസം. അപ്പോൾ എൻ്റെ ഒരു നൈറ്റിൻ്റെ പീസ് ഉണ്ടായി. പിന്നെ മോള് ചെല്ലിയതല്ലേ എന്നിട്ട് തട്ടിക്കൂട്ടിട്ട് ഒരു ഫ്രോക്ക് സ്റ്റിച്ചാക്കി രാത്രി തന്നെ 1 മണിക്കൂറിനുള്ള അൽഹംദുലില്ലാഹ് സ്റ്റിച്ചാക്കിയിട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടാണ് ഞാൻ കൂടുതൽ ആശിച്ചത് എല്ലാം ഒരു പെണ്ണ് കുഞ്ഞിനെ താളാം. കാരണം അങ്കോൾക്കൊല്ല ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് അങ്ങനത്തെ ഭയങ്കര വിരസം, ഒരേപോലത്തെ ഡ്രസ്സ് ഇടാനും ഇതാക്കാനും. ഞാൻ എല്ലാ ഫംഗ്ഷനും കഴിയുന്നതും പുതിയ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകാൻ ഞാൻ ശ്രദ്ധിക്കലുണ്ട്. സ്റ്റിച്ചാക്കിയിട്ടെങ്കും മേങ്ങിയിട്ടെങ്കും എന്തായെങ്കിലും ആ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ ഒരു മനസ്സിനൊരു ബാറന്നൊരു ഫീലിങ്സ്. സ്റ്റാറ്റസ് കണ്ടിട്ട് കുറേ ആൾ പറഞ്ഞിനെ എനിക്ക് വേണം എത്രയെന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ ഇടാൻ കഴിഞ്ഞിട്ടാ. അപ്പം നീലെന്നെ പറയുന്നത് സെയിലാക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ കോംബോ ആയിട്ട് കൊടുക്കാൻ വിചാരിക്കുന്നത്. എല്ലാവരും ചെല്ലിന് കോട്ടനല്ലേ പിള്ളേർക്ക് ഈ ചൂടത്ത് ഇടാൻ നല്ല പാങ്ങാവുന്നത്. അപ്പോൾ 2-നായിട്ട് ഞാൻ 300 മേങ്ങുന്നതാവേ, 2 സെറ്റിനായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ DM അയക്കോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.